മാർച്ച് 4 വിശുദ്ധ കാശ്മീർ. പോളണ്ടിലെ ക്രാക്കോവിലെ രാജകൊട്ടാരത്തിൽ 1458 ഒക്ടോബർ 3 വിശുദ്ധ കാശ്മീർ ജനിച്ചു. തൻ്റെ 9-ാം വയസ്സുമുതൽ സദ്ഗുണസമ്പന്നയായ അമ്മയുടെ മാർഗനിർദ്ദേശപ്രകാരം വിശുദ്ധ കാശ്മീറും സഹോദരനും വിദ്യാഭ്യാസം നേടിയത് ഒരു പോളിഷ് പുരോഹിതനായ ഫാദർ ജോൺ ലൂഗോസിൻ്റെ കീഴിലായിരുന്നു. തൻ്റെ ഉപദേഷ്ടാക്കളുടെ പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളും ചെറുപ്പം മുതലേ പ്രചോദിപ്പിക്കപ്പെട്ടു. ഇത് ഭക്തിയുടെയും നിഷ്കളങ്കതയുടെയും ശക്തമായ ബോധം വളർത്തിയെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പ്രായമായപ്പോൾ ധീരമായ ജീവിതം നയിക്കാനുള്ള പ്രതിബദ്ധത അദ്ദേഹം പ്രകടമാക്കി, വീരകൃത്യങ്ങൾ ചെയ്യുന്നതുവരെ. തൻ്റെ കൗമാരപ്രായത്തിൽ വിശുദ്ധ കാശ്മീർ അങ്ങേയറ്റം അച്ചടക്കത്തിലും കഠിനതയിലും ജീവിതം നയിച്ചു. അവൻ നിലത്തുറങ്ങി രാത്രിയുടെ അനേകം മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി തുടരാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായി. ഹംഗറിയിലെ പ്രഭുക്കന്മാർ തങ്ങളുടെ രാജാവായ മത്തിയാസ് കോർവിനസിൽ അസംതൃപ്തരായപ്പോൾ അവർ പോളണ്ടിലെ രാജാവായ വിശുദ്ധ കാശ്മീറിൻ്റെ പിതാവിനോട് തൻ്റെ 15 വയസ്സുള്ള മകനെ രാജ്യം ഏറ്റെടുക്കാൻ അയക്കാൻ അഭ്യർത്ഥിച്ചു. തൻ്റെ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും ചില സൈനികർ പണം നൽകാത്തതിനാൽ ഉപേക്ഷിച്ചു പോയെങ്കിലും വിശുദ്ധ കാശ്മീർ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചു. ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം അവൻ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഇത് പിതാവിനെ ചൊടിപ്പിച്ചു. തൽഫലമായി അദ്ദേഹം 3 മാസത്തേക്ക് തടവിലായി. ഈ അനുഭവം തൻ്റെ കാലത്തെ യുദ്ധങ്ങളിൽ ഇനി ഒരിക്കലും പങ്കെടുക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. ചക്രവർത്തിയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള സമ്മർദ്ദത്തിന് കീഴിലും ബ്രഹ്മചാരിയായി തുടരാനുള്ള തൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായി. പ്രാർത്ഥനയിലും പഠനത്തിലും സമർപ്പിതനായി. 1479 അദ്ദേഹത്തിൻ്റെ പിതാവ് പോളണ്ടിലെ രാജാവ് ലിത്വാനിയയിലേക്ക് സംസ്ഥാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോയി. 1481 മുതൽ 1483 വരെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു. വിശുദ്ധ കാശ്മീർ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആസന്നമായ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവത്തോടുള്ള ഭക്തി തീവ്രമാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ വിയോഗത്തിന് തയ്യാറെടുത്തു. 1484 മാർച്ച് 4 ലിത്വാനിയയിലേക്കുള്ള യാത്രക്കിടെ ഗ്രോഡ്നോയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. ലിത്വാനിയയിലെ വിൽനിയസ് കത്തീഡ്രലിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം 1636 വിശുദ്ധ കാശ്മീർ ചാപ്പൽ നിർമ്മിച്ചു. 1518 പൊളോട്ടോക്സ് ഉപരോധന സമയത്ത് വിശുദ്ധ കാശ്മീർ തൻ്റെ ആദ്യത്തെ അത്ഭുതങ്ങളിൽ ഒന്ന് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം ലിത്വാനിയയിൽ സൈന്യത്തിന് മുന്നിൽ ഹാജരാകുകയും ഡൗഗവ നദിയിൽ അവർക്ക് സുരക്ഷിതമായ ഒരു ക്രോസിംഗ് പോയിന്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തൽഫലമായി മോസ്കോയിലെ ഗ്രാൻഡ് ഡച്ചിയുടെ സൈന്യം ഉപരോധിച്ച നഗരത്തെ മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. 1519 വിൽനിയസിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തിയ റഷ്യൻ സൈന്യത്തിനെതിരെ ലിത്വാനിയയിൽ വിജയം നേടിയതാണ് വിശുദ്ധ കാശ്മീരിൻ്റെ മറ്റൊരു അത്ഭുതം. വിശുദ്ധ കാശ്മീരിൻ്റെ മരണത്തിന് 122 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു പുതിയ മാർബിൾ ചാപ്പലിലേക്ക് മാറ്റുന്നതിനായി വിയന്ന കത്തീഡ്രലിലെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം തുറന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം നനഞ്ഞിരുന്നു. നിലവറ തൊഴിലാളികളുടെ കൈകളിൽ തകർന്നു. എന്നാൽ പട്ടുവസ്ത്രം ധരിച്ച മൃതദേഹം കണ്ടെത്തിയപ്പോൾ അത് മുഴുവൻ അഴുകാത്തതായാണ് കണ്ടെത്തിയത്. അതിൽ നിന്നൊരു സുഗന്ധം പരന്നു പള്ളിയിൽ നിറയുകയും അവിടെ ഉണ്ടായിരുന്നവർക്ക് ഉന്മേഷം പകരുകയും ചെയ്തു. വിശുദ്ധ കാശ്മീരിൻ്റെ തലയ്ക്കടിയിൽ അദ്ദേഹം അടക്കം ചെയ്തിരുന്ന നമ്മുടെ മാതാവിൻ്റെ സ്തുതിഗീത പുസ്തകം കണ്ടെത്തി. അടുത്ത ദിവസം രാത്രി തുറന്ന ശവകുടീരത്തിൽ നിന്ന് ഉജ്ജ്വലമായ പ്രകാശം ചാപ്പലിൻ്റെ ജനലുകളിലൂടെ ഒഴുകുന്നത് കണ്ടതായി 3 യുവാക്കൾ അവകാശപ്പെട്ടു. അടക്കം ചെയ്തിരുന്ന ചാപ്പലിൽ പ്രാർത്ഥിക്കുവാനും ചാപ്പലിൻ്റെ പരിപാലനത്തിന് സംഭാവന നൽകുവാനും പ്രത്യേകം അനുവാദം നൽകി. കപ്പേളയുടെ മഹത്വവും വിശുദ്ധ കാശ്മീരിൻ്റെ അത്ഭുതങ്ങളും അനുമോദനം നൽകുന്നതിനുള്ള കാരണങ്ങളായി മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. 1517 നവംബറിൽ ലിയോ 10 മാർപ്പാപ്പ കാശ്മീരിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയും അന്വേഷണം നടത്താൻ അദ്ദേഹത്തിൻ്റെ ലെഗേറ്റ് സക്കറിയാസ് ഹെരേരിയെ അയക്കുകയും ചെയ്തു. ഹെരേരി 2 മാസത്തിനുള്ളിൽ തൻ്റെ ജോലി പൂർത്തിയാക്കി. 1521 തൻ്റെ കണ്ടെത്തലുകൾ വിറ്റ ബീറ്റി കാശ്മീരി കൺഫെസോറിസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. കാശ്മീരിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് ആസന്നമാണെന്ന് തോന്നിയെങ്കിലും ലിയോ 10 മാർപ്പാപ്പ 1521 ഡിസംബറിൽ അന്തരിച്ചു. 1522 അഡ്രിയാൻ 6 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.